ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ജേർണൽ ചെയ്യാം. ഏതാ സ്ഥലം എന്നിപ്പോൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതന്നെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യണത്, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവാമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 കസിൻസ് കൂടെ ഉണ്ട് കേട്ടോ. അവർ ആദ്യമായിട്ടാണ് ജേർണൽ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കലും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങല്ലേ. സാധാരണ നമ്മൾ 4 ചുമരുകെട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യാറാണല്ലോ പതിവ്. പിന്നെ എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരുന്നിട്ടാണ്. അതാവുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കളകളാ സൗണ്ടും കിളികളെ ചിൽച്ചിൽ ശബ്ദവും ടോട്ടലി നമുക്കൊരു എനർജി കിട്ടിയ ഫീലായിരിക്കും. ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം നേരത്തെ ചെയ്തതൊക്കെ എൻ്റെ 2 കസിൻസ് ചെയ്യണി. അപ്പം നമ്മളിങ്ങനെ മാറി മാറി ക്യാമറ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ബീച്ചിലൊക്കെ പോകുമ്പോഴേ 1-2 വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മളോരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണ്ട. പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു പാറപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മൾ ബീച്ചിലിരുന്നിട്ട് ഒരു സീഡിയിൽ മിനി ബീച്ച് സെറ്റ് ചെയ്യണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിന് ഷോർട്സ് ആയിട്ട്. അന്ന് നല്ല റെസ്പോൺസ് കിട്ടി. അന്നേ ഉള്ള ഒരു പൂതിയേനി ഇതേപോലെ ബീച്ചിൽ വന്നിരുന്നിട്ട് ഒരു ചാനൽ വീഡിയോയും കൂടി ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചിത് ഒരു ബീച്ച് തീമിൽ ചെയ്യണമെന്നേനി. പക്ഷേ ഇതിപ്പോൾ പെട്ടെന്നുണ്ടായതായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പ്രത്യേകം പ്ലാനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വിൻറ്റേജ് തീമിലൊക്കെ വരുന്ന ഒരു ചാനലാട്ടോ ചെയ്യണത്. ഇനിയിപ്പോൾ ഈ വീഡിയോക്ക് നിങ്ങളെടുത്തുന്ന നല്ലൊരു റെസ്പോൺസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ബീച്ചിലിരുന്നിട്ട് ഒരു ബീച്ച് തീമിൽ തന്നെ ജേർണൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഏകദേശം ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഫുള്ള് ഇരുട്ടായിട്ടുണ്ട്. ലൈറ്റൊക്കെ പോയി ഫുൾ ഡാർക്ക്. അപ്പോൾ പിന്നെ ഇത് ഫുള്ളാക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പൂതി അങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ബാക്കി നമുക്ക് പൂട്ടി എടുത്ത് കൊണ്ടുപോയിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്തിട്ട് പിന്നൊരു ദിവസം ബീച്ചിൽ വന്നിട്ട് അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ബീച്ചിൽ വന്നിക്കാണ്. അതും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് 1ാമത്തെ ജേർണൽ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതിൽ നമ്മൾ 3 ചെയ്തല്ലോ, അതിലേറ്റവും കൂടുതൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് പിന്നെ നമ്മളെ 2ാമത്തെ ഐറ്റം. അപ്പോൾ ഇത് എനിക്ക് നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടുള്ളത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നമ്മൾ 3 ചെയ്തിട്ടുള്ളൊരു 3ാം സ്ഥാനമൊക്കെ ഇതിന് കൊടുക്കുക. പിന്നെ ഇതൊക്കെ എടുക്കുന്നത് ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഇങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും എനിക്ക് ഇതേപോലെ ഇഷ്ടമാണ് ബീച്ചിലൂടെ നടക്കാനും ആ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഇപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി അതൊക്കെ ഒന്ന് കണ്ടാലോ.